നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അനധികൃതമായി സ്ഥാപിച്ച ബാനറുകൾ, ബോർഡുകൾ, കൊടിതോരണങ്ങൾ എന്നിവ നിരീക്ഷിച്ച നടപടികളെടുക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരോടും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ബുധനാഴ്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. എല്ലാ അനധികൃത ബോർഡുകളും, ബാനറുകളും, കൊടികളും നീക്കം ചെയ്യാനും പിഴ ചുമത്തി നടപടികൾ പൂർത്തിയാക്കാനും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെയും സെക്രട്ടറിമാർക്ക് 2 ആഴ്ച സമയം അനുവദിച്ചു. ഈ സമയപരിധിക്ക് ശേഷം അനധികൃത ബാനറുകളും കൊടിതോരണങ്ങളും അവശേഷിച്ചാൽ അതിന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വം സെക്രട്ടറിമാർക്കായിരിക്കും. കോടതിയുടെ വിധിയിലെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ സെക്രട്ടറിമാർക്ക് 3 ദിവസത്തിനകം നിർദ്ദേശങ്ങൾ നൽകും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും അനധികൃത സ്ഥാപനങ്ങൾ കർശനമായി നിരീക്ഷിച്ച ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായ ശേഷം നടപടികളെക്കുറിച്ച് ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. ഈ വർഷം ആദ്യം കോടതി ഇതുമായി ബന്ധപ്പെട്ട ഹർജി തീർപ്പാക്കുകയും അനധികൃത ബോർഡുകളും, ബാനറുകളും, കൊടിതോരണങ്ങളും നീക്കണമെന്നും പിഴ ശിക്ഷാ നടപടികളും ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ഇവ നീക്കം ചെയ്യാത്ത പക്ഷം അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമായിരിക്കുമെന്നും അന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ദീപുലാൽ വിധിയിലെ നിർദ്ദേശങ്ങൾ കമ്മീഷൻ കൃത്യമായി പാലിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി. നിയമലംഘനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നുണ്ടെന്നും കോടതി അറിയിച്ചു. സർക്കാരിന് വേണ്ടി ഹാജരായ പ്ലീഡർ വിധി പാലിക്കാൻ എല്ലാ അധികാരികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അതിന് ആവശ്യമായ സഹകരണങ്ങൾ സർക്കാർ ഒരുക്കുമെന്നും അറിയിച്ചു. എന്തായാലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വെറുതെ ഇരിക്കാൻ തയ്യാറല്ല. പ്രത്യേകിച്ചും ഈ കാരണത്താൽ മുമ്പ് പല കുറിയാണ് അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചത്. നിരവധി ആളുകൾ ഇതിൽ മരണപ്പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവറിന് കാഴ്ച മങ്ങുന്ന രീതിയിലുള്ള ബാനറുകൾ, കൊടിതോരണങ്ങളൊക്കെ തന്നെ നാടിന് ആപത്താണ് എന്ന് ആവർത്തിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പായതിനാൽ തന്നെ വലിയ വലിയ ഫ്ലക്സ് ബോർഡുകളാണ്, എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന മട്ടിൽ വലിയ വലിയ ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് നാട് മുഴുവൻ നിറയ്ക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് നാട്ടിൽ പലതരത്തിലുമുള്ള അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ദേവൻ രാമചന്ദ്രൻ ഇത്തരമൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും കൈയടിക്കുകയാണ് ജനം.